വിശ്വാസിയുടെ കഷ്ടത എവിടെയാണെന്ന് ചോദിച്ചാൽ, അവൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ കഷ്ടതയും ദുഃഖവും ദാരിദ്ര്യവും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുവാനിടയായിത്തീരുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിലായിരിക്കാനും ആ ദൈവ സാന്നിധ്യത്തിൽ നടക്കുവാനുമാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മളെ വിളിച്ചിരിക്കുന്നത് തൻ്റെ പുത്രനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്നാണ് ദൈവവചനത്തിൽ നമ്മളെ വായിക്കുന്നത്. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ കൂട്ടായ്മയിലേക്കാണ്. അപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആ വിളിച്ചിരിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിൽ നടക്കുന്ന ഒരു വ്യക്തി അവൻ സകലത്തെയും ജയിക്കുവാനും സകലത്തെയും അതിജീവിക്കുവാനും ഇടയായിത്തീരും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവന് പ്രതിസന്ധികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം, ദുഃഖങ്ങളുണ്ടാകാം, വിവിധമായ വിഷയങ്ങൾ അവൻ നേരെ വന്നേക്കാം. പക്ഷേ ദൈവ സാന്നിധ്യത്തിൽ അവൻ ജീവിക്കുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കുവാൻ അവന് ഇടയായിത്തീരും. അവൻ ദൈവ സാന്നിധ്യത്തിലാണെങ്കിൽ ഈ പ്രശ്നങ്ങളെയെല്ലാം അവൻ അതിജീവിക്കുവാൻ കഴിയും. നമ്മൾ ശിഷ്യന്മാരിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറഞ്ഞു. അവർ ഗലീലയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, അവരെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അവർ വഴിയിൽ തിരമാലയടിക്കുകയും കാറ്റടിക്കുകയും ആ പടകിനെ മുക്കുവാൻ തക്കവണ്ണം ആ പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുവാൻ ഇടയായപ്പോൾ കർത്താവ് അവരുടെ നടുവിൽ വരുവാനിടയായി. അപ്പോൾ കർത്താവ് ആ വിഷയത്തിൻ്റെ മീതെ അവരെ എന്താണോ, ഏത് കടലാണോ തകർക്കാൻ നോക്കുന്നത്, ഏത് കടലാണോ അവരെ മുക്കുവാൻ നോക്കുന്നത്, അതിൻ്റെ മീതെ കൂടെ നടന്നു വരുന്നതാണ് തൻ്റെ ശിഷ്യന്മാർ കണ്ടത്. അപ്പോൾ പത്രോസ് അവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ആണെങ്കിൽ എനിക്ക് നിന്റെ ഈ തിരമാലയുടെ മുകളിലൂടെ നടക്കുവാൻ എനിക്കും ഇടയാകണം. ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പത്രോസ് അവൻ എന്ത് ചെയ്തു? ആ തിരമാലയുടെ മുകളിലൂടെ അതുവരെ അവരെ തകർക്കാൻ നോക്കിയ, അതുവരെ അവരെ മുക്കുവാൻ നോക്കിയ ആ തിരമാലയുടെ മുകളിലൂടെ നടക്കുവാൻ പത്രോസിന് ഇടയായിത്തീർന്നു. അവൻ എപ്പോൾ തിരമാലയിലേക്ക് നോക്കിയോ, എപ്പോൾ അവൻ വിഷയങ്ങളിലേക്ക് നോക്കിയോ, അപ്പോൾ അവൻ മുങ്ങുവാനിടയായി. എന്നാൽ അവൻ യേശുവിലേക്ക് നോക്കിയപ്പോൾ, ദൈവത്തിലേക്ക് നോക്കിയപ്പോൾ, ദൈവിക സാന്നിധ്യത്തിലേക്ക് വന്നപ്പോൾ അവനവിടെ ആയിരുന്ന പ്രശ്നങ്ങളുടെ മീതെ നടക്കുവാൻ ദൈവം അവനെ ഇടയാക്കി. അപ്പോൾ ഒരു വിശ്വാസിയുടെ കഷ്ടത എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, അവൻ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുന്നത്, ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. യേശു കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും എല്ലാ സമയത്തും ഏത് സമയത്തും നമ്മുടെ കൂടെ ഇരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പം ഞാൻ നിങ്ങളും ഇന്നൊരു പ്രശ്നത്തിലാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ആ ദൈവമായവൻ നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോൾ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മൾ വരുവാനിടയാകണം. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയും. ഇന്ന് കടഭാരത്തിൻ്റെ വക്കിലാണോ, പ്രയാസങ്ങളിലാണോ, കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളാണോ, ഏത് വിഷയമായിക്കോട്ടെ, നിന്നെ തകർക്കാൻ നോക്കുന്ന, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, ആ വിഷയത്തിൻ്റെ നടുവിൽ നീ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ അവിടെ ഇറങ്ങി വരുവാനിടയായിത്തീരും. അവൻ ഇറങ്ങി വരിക മാത്രമല്ല, നീ ആയിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാനും, ആ പത്രോസിനെയും ശിഷ്യന്മാരെയും ആയിരുന്ന ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് വിടുവിച്ച അതേ കർത്താവ് ഇന്ന് പകൽ നിന്നെയും വിടുവിക്കുവാൻ മതിയായവനായി. നീ ഇരിക്കുന്ന ഇടത്തവനെ ഇറങ്ങി വരുവാനിടയായിത്തീരും. നീ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ അവസ്ഥകൾ മാറുവാനിടയായി. നിന്റെ ഉള്ളിലേക്ക് ഒരു ദൈവിക ശക്തി വരികയും ആ ദൈവിക ശക്തി നീ ആയിരിക്കുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള ആ ദൈവകൃപ നിന്റെ മേൽ പകരുവാനിടയായിത്തീരും. അപ്പോൾ നമ്മളെ ഒരിക്കലും ദൈവം ഇങ്ങനെ നമ്മളെ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. അപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് അനാഥരല്ല, ഞാനും നിങ്ങളും ആരുമില്ലാത്തവരല്ല. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരിക്കാം, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല എന്നെല്ലാം നമ്മൾ പറയുന്നു.
ഏത് സമയത്തും വിളിച്ചപേക്ഷിക്കുവാൻ കഴിയുന്നൊരു നാഥൻ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. അവനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ, അവനെ നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ കൊതിക്കുമ്പോൾ അവൻ അവിടെ ഇറങ്ങി വരികയും ഞാനായിരിക്കുന്ന വിഷയത്തിൽ നിന്ന് അവൻ എന്നെ